കോൾ. ഇന്ന് എനിക്കൊരു കോൾ വന്നു കേട്ടോ. ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ചിട്ട് പറയാം, മാം എനിക്ക് ഡിവോഴ്സ് വേണം, എനിക്ക് അവളോട്ട് ഒത്തുപോകാൻ പറ്റില്ല, അവൾക്കും അങ്ങനെ തന്നെയാണ്, മാം എന്തെങ്കിലും ചെയ്തൊരു ഡിവോഴ്സ് ഫയൽ ചെയ്ത് തരണം. ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഡിവോഴ്സ് എന്ന് പറയുന്നത് രണ്ട് തരമാണ്. ഒന്ന് കോൺടെസ്റ്റിംഗ് ഡിവോഴ്സ് ആൻഡ് മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സ്. കോൺടെസ്റ്റിംഗ് ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ ടൈം എടുത്ത് ഒരാൾ എഗ്രി ചെയ്യും, മറ്റൊരാൾ ഡിസഗ്രി ചെയ്യുന്ന സമയത്താണ് നമ്മളത് ഫയൽ ചെയ്യുന്നത്. മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് താല്പര്യമാണ് പിരിയാനായിട്ട്. ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ സമയം കളയണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സ്. മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സ് നമ്മൾ ഫയൽ ചെയ്യുന്നത് ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 30B, സ്പെഷ്യൽ മാരേജ് ആക്ട് സെക്ഷൻ 28, അതുപോലെ തന്നെ മറ്റ് പേഴ്സണൽ ലോസിന് അപ്രോപ്രിയേറ്റ് സെക്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസേൺ ഡിവോഴ്സ് ലോയറിനെ കണ്ട് നിങ്ങൾ മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയുള്ള ഡിവോഴ്സിനെ സംബന്ധിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ID ആഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സെൻഡ് ദ ക്വയറീസ് ഓർ മെസ്സേജസ് റിലേറ്റിംഗ് ടു എ ഡിവോഴ്സ്. ഓക്കെ, ബൈ.